മറ്റൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് ക്ഷേത്രോത്സവത്തിനിടെ കൂട്ടയടി. എരഞ്ഞിപ്പാലം കൊയ്യേരി ക്ഷേത്രത്തിലാണ് കൂട്ടയടി നടന്നത്. സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എന്താണ് ഈ ഒരു കൂട്ടയടിക്കുള്ള ഒരു കാരണം എന്ന് പറയുന്നത്? നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം ഓടുന്നതെല്ലാം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഈ ഒരു അടിയിലേക്ക് കലാശിക്കാനുള്ള ഒരു കാരണം? ഈ എരഞ്ഞിപ്പാലം, കോഴിക്കോട് എരഞ്ഞിപ്പാലം കൊയ്യേരി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ കൂട്ടയടി ഉത്സവത്തിനിടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആദ്യം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഭക്തർ, വിശ്വാസികൾ ഒക്കെ വളരെ സമാധാനത്തോടുകൂടി അവിടെ ഉത്സവം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു തല്ല്, ഏറ്റുമുട്ടൽ, അത് പിന്നീട് കൂട്ടിയടിയിലേക്ക് കലാശിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആളുകളൊക്കെ കുതിറി ഓടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ എരഞ്ഞിപ്പാലം കൊയ്യേരി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉള്ള അവകാശ തർക്കമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക്, ഒരു കൂട്ടിയടിയിലേക്ക് കലാശിച്ചത്. 2 വീട്ടുകാർ തമ്മിൽ ഇതിന്റെ ഒരു അവകാശം ഉന്നയിച്ച് തർക്കം നിലനിൽക്കുന്ന ഒരു ഇടമാണ്. ആ തർക്കം നിലനിൽക്കുന്ന ഇടം, അവിടെയുള്ള ആ 2 വീട്ടുകാരിലെ ആളുകൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അതിൽ തന്നെ 2 പേർക്ക് ഈ സംഘർഷത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു വളരെ സമാധാനപൂർവ്വം നടന്ന ഒരു ഉത്സവം. അതാണ് ഒരു 2 വീട്ടുകാർ തമ്മിലുള്ള ഒരു അവകാശ തർക്കത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഘർഷത്തിൽ കലാശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം നാട്ടുകാർ ഇടപെട്ടാണ് പിന്നീട് ആ ഒരു സംഘർഷം ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് പോലീസ് ഉൾപ്പെടെ സംഭവ സ്ഥലത്തേക്ക് വരികയും ചെയ്തിരുന്നു. റിയാസ്, അതുപോലെ തന്നെ പോലീസ് അടക്കം എത്തി എന്ന് പറയുകയുണ്ടായി. ഈ സംഭവത്തിൽ എന്തെങ്കിലും കേസെടുക്കുകയോ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നോ? നിലവിൽ പോലീസിന്റെ തുടർ നടപടികൾ വരുന്നതേ ഉള്ളൂ. കാരണം ഉത്സവമാണ്, പ്രത്യേകിച്ച് നാട്ടുകാർ എല്ലാവരും ഒരുമിച്ച് നടത്തുന്നതാണ്. അത്തരമൊരു കാര്യത്തിൽ പരസ്പരം ഏറ്റുമുട്ടിയതുമായി ബന്ധപ്പെട്ട് കേസ് വേണമോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. അത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് നാട്ടുകാരുൾപ്പെടെ ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും പോലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേസ് പൊതുവെ എടുക്കാറുള്ളത്. ശരി, എന്നാലും കോഴിക്കോടാണ് ഈ ക്ഷേത്രോത്സവത്തിനിടെ കൂട്ടയടി ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. എരഞ്ഞിപ്പാലം കൊയ്യേരി ക്ഷേത്രത്തിലാണ് ഈ ഒരു സംഭവം നടന്നത്. സംഘർഷത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.